കൂട്ടായ്മയുടെ പേരിൽ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഓരോരുത്തരെ പേരുകളുണ്ട്. പിന്നെ നമ്മുടെ എംസിഎഫ് കൂട്ടായ്മയുടെ ഭാരവാഹികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ഈ സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അർപ്പിക്കുന്നു. എനിക്കിന്ന് MCF കൂട്ടായ്മയിൽ വന്ന് നിങ്ങളോട് കൂടെ രണ്ട് വാക്ക് പറയാൻ പറ്റിയതിൽ പഠിച്ചവരാഗ്രഹത്തിൽ എന്നെ ആദ്യം പരിചയപ്പെടുത്തല്ല. എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരിഞ്ഞു വീടേ ചിരിക്കുന്നില്ല. എല്ലാവരും സലാംക്ക എന്നുള്ള വിളി കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ആളെ കാണുമ്പോൾ ഒരുപാട് സങ്കടമാണ്. ഇവരെ സ്നേഹിക്കുക. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഇവർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ചില ആൾക്കാർക്ക് കൈക്ക് വിഷമോ, കാലിന് വിഷമോ, ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇതെല്ലാം നമ്മൾക്ക് തന്നെ, നമ്മൾ സ്വതന്ത്രനാണ് അല്ലേ? നമ്മൾ സ്വതന്ത്രനാണ്. നമുക്ക് പഠിച്ച കൈ തന്ന്, കാല് തന്ന്, കണ്ണ് തന്ന്, ചെവി, എല്ലാ സൗകര്യം തന്ന്. പക്ഷേ ഇതിനെ കൊണ്ട് എന്ത് ഉപകാരം? ഒരു ഉപകാരമില്ല. കാരണം നമുക്ക് മാത്രം കാണാനും നമുക്ക് മാത്രം ചെയ്യാനും നമുക്ക് മാത്രം എല്ലാം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലല്ല ദൈവം നമ്മൾ ഈ ഭൂമിയിലിറക്കുന്നത്. മറ്റുള്ളവർക്കും കൂടി നമ്മൾ സഹായിക്കണം, സഹകരിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് നമുക്ക് മഹാന്മാരും സ്വാമികൾ, പ്രവാചകന്മാർ എല്ലാവരും നമുക്ക് പഠിപ്പിക്കുന്നത്. എന്നെ കാണുമ്പോൾ എല്ലാവർക്കും കൂടുതൽ സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. MCF കൂട്ടായ്മയുടെ 1ാം വാർഷികം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കൂട്ടായ്മ. ഈ കൂട്ടായ്മ കേരളത്തിൽ വെച്ച് ഏറ്റവും നല്ല കൂട്ടായ്മ എന്ന നിലയിൽ സ്വർഗവാതിൽ വാട്സപ്പ് കൂട്ടായ്മക്ക് ആദ്യ അവാർഡ് കിട്ടി. അവർ ഏറ്റവും നല്ല കൂട്ടായ്മ MCF എന്നാണ് ഈ നമ്മുടെ അടുത്തായിട്ട് സ്വർഗവാതിൽ പറയുന്നതും നമ്മൾ കേട്ടതും. ഇപ്പോൾ മനസ്സിലാക്കാം, നല്ല കൂട്ടായ്മയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നത്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന് വരുമ്പോൾ ഒരു നിരാശയാണ്. അടുത്തതായി